الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما أموالكم وأولادكم فتنة والله عنده أجر عظيم വിശ്വാസികളെ സർവ ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണം എന്ന് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കരുണാഭാരതിയായ നാഥൻ അവന്റെ മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, റമദാൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളൊക്കെ നേരത്തെ തന്നെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് മക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിഷയമായിക്കൊള്ളണമെന്നില്ല, സക്കാത്താണ് വിഷയം. പക്ഷെ എന്നാലും ഒരു ഇബാദത്ത് എന്ന നിലക്ക് കുട്ടികളെ മറ്റു കളികളൊക്കെ നിർത്തിയിട്ട് ഖുതുബയിൽ ശ്രദ്ധിക്കണം. വീട്ടിൽ ചെന്നിട്ട് ഉപ്പാനോടും ഉമ്മാനോടും പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് മൗലവി സക്കാത്തിനെ കുറിച്ച് പറഞ്ഞത്. നമ്മൾ അങ്ങനെ തന്നെയാണോ ചെയ്യാറുള്ളത് എന്ന് ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഉപ്പാനോടും ഉമ്മാനോടും ചോദിക്കണം. അപ്പൊ അത് ചോദിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഖുതുബയിൽ എല്ലാ മക്കളും ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഇത് ഒരു നല്ല പുണ്യകർമ്മമായി സ്വർഗത്തിൽ എത്തിക്കുവാനുള്ള ഒരു വഴിയായി നമുക്ക് മാറ്റി തീർക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അള്ളാഹുവിൻ്റെതാണ്. സമ്പത്ത് അള്ളാഹു അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ലോകത്ത് ഇങ്ങനെ ഒരു ദർശനം അവതരിപ്പിച്ചത് ഇസ്ലാം മാത്രമാണ്. മറ്റു ഏതൊരു സിദ്ധാന്തത്തിലും ദർശനത്തിലും കാഴ്ചപ്പാടിലും ഉള്ളത് അവനവൻ സമ്പാദിച്ചത് അവനവൻ്റേത്, അത് ഞാൻ നയിച്ചുണ്ടാക്കിയത് അതിൻ്റെത്. എന്നാൽ ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല. അങ്ങനെ ഒരാൾക്ക് കായിക ശേഷി ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം, ഒരാൾക്ക് ബുദ്ധി ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം, ഒരാൾക്ക് അറിവുണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം സമ്പത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് അല്ലാഹ് തരിക തന്നെ വേണം. അതുകൊണ്ടാണല്ലോ നമ്മളെ കൂടെയുള്ള നമ്മളെക്കാൾ ബുദ്ധി ഉണ്ടായിരുന്ന ആളുകൾ ഒരു പക്ഷെ ഇന്ന് എവിടെ എത്തിയിട്ടില്ല. പഠിക്കുന്ന കാലത്ത് ആ ഒരു പ്രാഗൽഭ്യം കാണിക്കാത്ത സാധാരണക്കാരായ ആളുകൾ ജോലിയിലോ ബിസിനസ്സിലോ ഒക്കെ മികവ് നേടിയിട്ട് ഏതോ ലെവലിൽ എത്തുന്നത് എന്തുകൊണ്ടാ? അയാളുടെ ബുദ്ധിയും അയാളുടെ കഴിവൊന്നുമല്ല, അള്ളാന്റെ തൗഫീഖാണ്. മറ്റത് കാറൂനിന്റെ വാദമാണ്. കാറൂൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഖസസിൽ, അള്ളാഹു പറയുന്നുണ്ട്, ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ എഡ്യൂക്കേഷൻ കാരണം, എന്റെ യുക്തി കാരണം, എന്റെ വിദ്യ കാരണം, എന്റെ അറിവ് കാരണം എനിക്ക് ലഭിച്ചതാണിത്
എന്ന കാഴ്ചപ്പാട് കാറൂനിൻ്റെതാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പഠിപ്പിക്കുന്നത് ഇന്നമ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നൽകിയതാണ്. ഇതൊരു പരീക്ഷയാണ്, ഇതൊരു പരീക്ഷണമാണ്. നമ്മുടെ കയ്യിലേക്ക് അള്ളാഹു വാരിക്കോരി തന്നു, ചിലപ്പോ കുറച്ച് മാത്രം തന്നു. എന്നിട്ട് അള്ളാഹു നോക്കുകയാണ് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. ഹാദാമിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ, ഇത് എനിക്കുള്ള പരീക്ഷണം. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇത് എനിക്കുള്ള പരീക്ഷണമാണ്. അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്ന ശ്രേഷ്ഠത എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്താ പരീക്ഷിക്കുന്നത്? അഷ്കുർ അം അക്ഫുർ, ഞാൻ നന്ദിയാണോ കാണിക്കുന്നത് അതല്ല നന്ദികേടാണോ കാണിക്കുന്നത്? ഇത് നോക്കാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു മാർഗമാണ്, ഒരു രീതിയാണ് സമ്പത്തിന്റെ വിഷയത്തിലെ ഇസ്ലാമിക കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അത് ചിലപ്പോ എമ്പാടും തന്നിട്ടാകാൻ പരീക്ഷിക്കുന്നത്, തന്നിട്ട് മാത്രല്ല തരാതെയുമാകാൻ പരീക്ഷിക്കുന്നത്. രണ്ടും പരീക്ഷണമാണ്. സമ്പത്ത് നൽകുന്നത് പരീക്ഷണമാണ്, സമ്പത്തില്ലാതാക്കുന്നത് പരീക്ഷണമാണ്. ഇവിടെ വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനം എന്ന് പറയുന്നത് ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു നിങ്ങളോട് നിങ്ങളുടെ ആയുസ് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ, അതേപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തിനെ, രണ്ടിനെയും അള്ളാഹ് നിങ്ങളോട് വിലക്ക് വാങ്ങുക. അള്ളാഹ് അങ്ങോട്ട് തന്നിട്ട് അള്ളാഹ് നമ്മളോട് അങ്ങോട്ട് തന്നെ ചോദിച്ചിട്ട് അള്ളാഹ് പറയണ എന്തിനാണ് അള്ളാഹ് തിരിച്ചു ചോദിക്കുന്നത്? ബി അന്ന ലഹുമുൽ ജന്ന, തിരിച്ചു തരുന്ന ആളുകൾക്ക് പകരമായിട്ട് അള്ളാഹ് എന്ത് തരും? സ്വർഗം തരും എന്നറിയിച്ചുകൊണ്ട് അള്ളാഹു നിങ്ങളോട് ചോദിക്കുന്നു. അള്ളാഹു നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്ത്, ഇതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. കൊടുത്താൽ അത് ഒരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടമാണ്. ഒരിക്കലും നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയാസം ഉണ്ടാവുകയില്ല. പരലോകത്തേക്ക് അള്ളാഹു അത് ഇരട്ടിപ്പിക്കും. കൊടുത്താൽ തീരൂല, കൊടുത്താൽ വർദ്ധിക്കും എന്ന് പറയുന്ന മനോഹരമായ മാനവികമായ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന, പാവപ്പെട്ടവരെ പരിഗണിക്കുന്ന, സാധുക്കളെ ശ്രദ്ധിക്കുന്ന, രോഗികൾക്ക് വേണ്ട കൺസിഡറേഷൻ നൽകുന്ന മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഇസ്ലാമിന്റെ ബേസ് തന്നെ അതാണ്. അപ്പൊ നിങ്ങൾക്കറിയാലോ ഇസ്ലാം കാര്യം 5 എണ്ണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമസ്കാരം. നമസ്കാരം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. അൽ അഹദുല്ലദീ ബൈനനാ ബൈനകും അസ്സലാത്ത് ഫമൻ തറക്കഹാ ഫഖദ് കഫർ, ഇതാണ് റസൂൽ പഠിപ്പിച്ചത്. എന്നാൽ സമ്പത്തുള്ള ഒരാൾ നമസ്കരിച്ചത് കൊണ്ട് മാത്രം മുസ്ലിം ആവൂല. ഷഹാദത്ത് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ടതാണ്. സൗമ്, നോമ്പ് നമ്മളെല്ലാവരും നോൽക്കുന്നുണ്ട്. സ്വലാത്ത് നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. ഒരു പാവപ്പെട്ടവനാണെങ്കിൽ ഇത് 3 മതി. പ്രധാനമായിട്ട് ഇത് 3 ചെയ്താലോ മുസ്ലിമോ. പക്ഷെ പണക്കാരനാണെങ്കിലോ അതിൻ്റെ കൂടെ അവൻ ആരോഗ്യമുണ്ട് എങ്കിൽ, മക്കയിൽ പോയി തിരിച്ചു വരാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട് എങ്കിൽ അവൻ ഹജ്ജും ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ്. അതുപോരാ അവന്റെ സമ്പത്തിന്റെ, അള്ളാഹ് അവനെ ഏൽപ്പിച്ചിരിക്കുന്നതിന്റെ 2.5% അവൻ്റേതല്ല എന്ന ബോധ്യത്തോടു കൂടി കൊടുക്കാൻ കൂടി തയ്യാറാവണം. എന്റെ സമ്പത്ത് ഞാൻ നയിച്ചുണ്ടാക്കിയതാണ്, ഞാൻ ബിസിനസ് ചെയ്തുണ്ടാക്കിയതാണ്, ഞാൻ പണിയെടുത്തുണ്ടാക്കിയതാണ്, ഞാൻ കച്ചവടം നടത്തിണ്ടാക്കിയതാണ്, ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയതാണ്. അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ ശരിയാ. പക്ഷെ ആ ഉണ്ടാക്കിയതിന് 2.5%, 1 ലക്ഷം റുപ്യ നമ്മളെ കയ്യിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ, അടിസ്ഥാന എക്സ്പെൻസ് കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അതിൽ 2500 റുപ്യ നിങ്ങളുടേതല്ല, എന്റേതല്ല. അത് ആരുടേതാ? നാട്ടിലെ പാവപ്പെട്ടവന്റേതാണ്, നാട്ടിലെ പട്ടിണിക്കാരൻ്റെതാണ്, നാട്ടിലെ മിസ്കീന്റേതാണ്, ഫക്കീറിൻ്റെതാണ്, അതേപോലെ തന്നെ വഴിയാത്രക്കാരൻ്റെതാണ്, പ്രയാസം അനുഭവിക്കുന്നവന്റേതാണ്. ഈ 2 നോക്കൂ നിങ്ങൾ. ഇത്ര മനോഹരമായ ഒരു കാഴ്ചപ്പാട് ലോകത്ത് ഇസ്ലാമിനല്ലാതെ ആർക്കാണ് സമർപ്പിക്കാൻ പറ്റിയിട്ടുള്ളത്? ഇസ്ലാമിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഭൂതക്കണ്ണാടി വെച്ച് തെരഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ പരാജയപ്പെടുന്നത് ഇവിടെയാണ്. ഇവിടെ എത്തുമ്പോൾ എല്ലാവരും സമ്മതിക്കും
ഒരു പ്രശ്നം വന്നാൽ 10 ഉറുപ്യ കൊടുക്കാനുള്ള മനസ്സുണ്ടാവണമെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് തന്നെയുള്ളൂ. അതെല്ലാവരും അംഗീകരിക്കും. അത് ഇസ്ലാമിന്റെ ബേസാണ്. അതില്ലാഞ്ഞാൽ അവൻ മുസ്ലിം ആവുകയില്ല. നിങ്ങൾ നമസ്കരിക്കുക. നമസ്കാരത്തിൽ ഇസ്ലാമിന്റെ പ്രാധാന്യം, ഇസ്ലാമിന് നമസ്കാരത്തിന്റെ പ്രാധാന്യം നമുക്കറിയാലോ. അതിന്റെ കൂടെ ആവർത്തിച്ച് ഖുർആൻ പറയുന്ന പ്രയോഗമാണ് നമസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക. നമസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക. നമസ്കാരത്തിന്റെ കൂടെ കൂട്ടിക്കെട്ടിയിട്ടാണ് സക്കാത്തിനെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നത്. മാത്രമല്ല കൽപ്പന അതിലൊരു സിസ്റ്റം വേണം. എനിക്ക് തോന്നുന്നത് ഞാൻ കൊടുക്കല്ല, മറിച്ച് ഒരു ഇസ്ലാമിക് ഗവൺമെന്റ് ആണെങ്കിൽ അവിടെ ഒരു ബൈത്തുൽ മാല്, ഒരു ബൈത്തുൽ സക്കാത്ത്, ഒരു സക്കാത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും. നമ്മുടെ നാട്ടില് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞതുപോലെ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ടല്ലോ. ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ ഒരു സക്കാത്ത് ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുപോയിട്ട് നമ്മളെ സമ്പത്തിന്റെ 2.5% നമ്മൾ അടക്കണം. അവരിൽ നിന്ന് അത് സ്വീകരിക്കാൻ വേണ്ടി ഭരണാധികാരികൾ ഇസ്ലാമിന്റെ കൽപ്പനയാണ് ഹുദ് മിൻ അംവാലിഹിം സദഖ. അപ്പോ ഹുദ് എന്ന് പറയുമ്പോൾ അത് കൽപ്പനയാണെങ്കിൽ നമുക്ക് അതിൽ പ്രയാസം വേണോ? അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ അത് ധൈര്യമായിട്ട് കൊടുത്തോളൂ, അത് നിങ്ങൾക്ക് നഷ്ടമല്ല. അത് നിങ്ങളെ സംസ്കരിക്കാനുള്ളതാണ്, നിങ്ങളെ വിശുദ്ധരാക്കാനുള്ളതാണ്. സക്കാത്ത് എന്ന പദത്തിന്റെ അർത്ഥം ഒന്ന് സംസ്കരണം എന്നുള്ളതാണ്. നമ്മുടെ സമ്പത്തിൽ ഒരല്പം മാലിന്യമുണ്ട്, ഒരല്പം മോശപ്പെട്ടതുണ്ട്. അത് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുത്താൽ നമ്മുടേത് ശുദ്ധമായി മാറി. ആ കൊടുക്കണേ മോശം എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. അത് മറ്റുള്ളവർക്ക് കൊടുത്തെങ്കിൽ ഇത് ശുദ്ധമാവുള്ളൂ. രണ്ടാമത്തെ അതിന്റെ ഒരു അർത്ഥം വളർച്ച എന്നുള്ളതാണ്. കൊടുത്താൽ കുറയില്ല. അപ്പോ നമ്മളെ ഗണിതശാസ്ത്ര നിയമം അനുസരിച്ച് ചിലർക്ക് അത് ബോധ്യപ്പെടൂല. പക്ഷെ അവിടെയാണ് നമ്മൾ പ്രായോഗികമായിട്ട് ചിന്തിക്കേണ്ടത്. സാധാരണ എല്ലാവരും പറയുന്നതാണ് മുക്കണ കിണറ്റിലെ ഉറവുണ്ടാവുള്ളൂ. ഒരു കിണറ്, ആ കിണർ ഇങ്ങനെ മൂടിക്കിടക്കാണ്, കാട് മൂടിക്കിടക്കാണ്. അതില് മോട്ടർ അടിക്കുമ്പോഴാണ് കുട്ടികൾ കാണുക, മോട്ടർ അടിച്ചിട്ട് ഇത് വെള്ളം ഇങ്ങനെ കുറയുമ്പോ ചുറ്റുഭാഗത്തു നിന്ന് ഉറവ് വന്നിട്ട് അതിലേക്ക് ഇങ്ങനെ വീടും. അപ്പൊ നമുക്ക് മനസ്സിലായി, മുക്കിയാൽ വെള്ളം കുറയല്ല, കൂടുകയാണ് ചെയ്യുക. കൊടുത്താൽ കുറയില്ല, അതിനെ അല്ലാഹു ഇരട്ടിപ്പിക്കും, വർദ്ധിപ്പിക്കും. കാരണം ഇതിന്റെയൊക്കെ കൺട്രോൾ അള്ളാന്റെ കയ്യിലാണ്. എന്നിട്ട് അവർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക, വിശുദ്ധ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് ഇസ്ലാമിക ഭരണാധികാരികൾ അവിടെ അത് ചെയ്യും. നമ്മുടെ നാട്ടില് ഒരു ഇസ്ലാമിക ഗവൺമെന്റ് അല്ല ഉള്ളത്. നമ്മുടെ നാട്ടിൽ സക്കാത്ത് സെല്ലുണ്ട്. ഓരോ മഹലിലും അതിനൊരു കമ്മിറ്റി, സക്കാത്ത് കമ്മിറ്റി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഈ സക്കാത്ത് കമ്മിറ്റി ഏൽപ്പിച്ചാൽ ആർക്കൊക്കെയാണ് സക്കാത്ത് കൊടുക്കാൻ വിശുദ്ധ ഖുർആൻ പറയുന്നത് 8 അവകാശികളുണ്ട്. ആ അവകാശികളെ കണ്ടെത്തിയിട്ട് സമയവും സന്ദർഭവും വരുമ്പോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ആ സക്കാത്ത് കമ്മിറ്റി അത് നിർവഹിക്കും. 27 രാവിന്റെ അന്ന് ഒരു ചാക്കിൽ നിറച്ച് അല്ലെങ്കിൽ ഒരു സഞ്ചിയിൽ നിറച്ച് ഒരു കീസിൽ നിറച്ച് 5 റുപ്യന്റെയും 10 റുപ്യന്റെയും കൊട്ടനെ റുപ്യ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് വരുന്നവർക്ക് വരുമ്പോ 10 റുപ്യ 20 റുപ്യ കൊടുക്കുന്ന പരിപാടി അത് സക്കാത്തല്ല. നമ്മൾ കൊടുക്കണം. നമ്മളെ വീട്ടിലേക്ക് യാചകര് വരുമ്പോ ചോദിച്ചവനെ നമ്മൾ അകറ്റി വിടാൻ പാടില്ല. അത് സദക്കയാണ്. കുട്ടികളും ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യില് ഒരു 100 റുപ്യ സമ്പാദ്യം ഉണ്ടെങ്കിൽ വീട്ടിൽ ഉപ്പല്ലാത്ത നേരത്ത് ആരെങ്കിലും ഒക്കെ വന്ന് യാചകര് വന്നിട്ട്, പിന്നെ പാവപ്പെട്ടവര്, രോഗികള്, സാധുക്കള്, സ്ത്രീകള്, വീടില്ലാത്തവര്, ഹസ്ബൻഡില്ല ഒക്കെ പലരും വരും. അപ്പൊ നമ്മൾ വേഗം ഡോറ് തുറന്നിട്ട് ചോദിക്കും, യാചകര് വന്നാണ്, പിന്നെ പൈസ വയ്ക്കാൻ വന്നാണ്, അന്നാ പിന്നെ ആരുമില്ല എന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടിൽ ഉപ്പില്ല നമ്മൾ പറഞ്ഞയക്കല്ല. നമ്മളെ 100 റുപ്യന്ന് ഒരു 5 റുപ്യ, ഒരു 10 റുപ്യ അത് നമ്മൾ കൊടുത്താൽ ബാക്കിയുള്ള 90 അള്ളാഹു 110 ആക്കി തരും. അതിന് അള്ളാഹ്ക്ക് പറ്റും. അപ്പൊ നമ്മൾ ഇതാണ് കൊടുക്കുമ്പോ ബാക്കി എനിക്ക് 90 ആവൂലെന്ന് പേടിക്കേണ്ട. അള്ളാഹ് വേറെ വൈക്ക് നമുക്ക് തരും. അത് സദക്കയായിട്ട് തന്നെ നമ്മൾ പരിഗണിക്കാവൂ. അത് സക്കാത്തായിട്ട് കൂട്ടൽ. ഈ സക്കാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വർഷത്തിൽ കണക്ക് കൂട്ടി കൊടുക്കുന്ന സംഖ്യയിൽ ഇത് ആരും, നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്ന സക്കാത്ത് പറഞ്ഞാൽ അതന്നെയാണ്. ഏത് കൊല്ലത്തിൽ ഈ പിന്നെ 27 രാവിലെ ഇറങ്ങുന്ന ആൾക്കാർക്ക് കൊടുക്കണതല്ല. അത് സദക്കയല്ല, അത് സക്കാത്തല്ല, അത് സദക്കയാണ്. അപ്പൊ സക്കാത്ത് കൊടുക്കേണ്ടത് കൃത്യമായി കണക്ക് നോക്കിയിട്ടാണ്. അത് ആ രീതിയിൽ തന്നെ നമ്മൾ പരിഗണിക്കണം. മുആദ് ബിൻ ജബൽ വിശ്വാസം നൽകുന്ന ഒരു ഉപദേശമുണ്ട്. അദ്ദേഹം യമനിലേക്ക് പോവുക. അപ്പൊ റസൂലുള്ളാ അദ്ദേഹത്തിന്റെ കൂടെ നടന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, യമനിൽ ചെന്നിട്ട് അവിടുത്തെ ആൾക്കാർ നീ ഷഹാദത്ത് കരിമയെ കുറിച്ച് പറയണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഷഹാദത്തിന്റെ ഒന്നാമത്തെ കാര്യം പറയണം. എന്നിട്ടോ അന്നി റസൂലുള്ളാഹ്
ഫൈനുഹും മത്താഊലിദാലിക, അത് അവർ അംഗീകരിച്ചാൽ ഫഅലിമുഹും അന്നല്ലാഹ ഖദ് ഇഫ്തറ അലൈഹിം ഖംസ സ്വലവാത്ത്, അത് അവർ അംഗീകരിച്ചാൽ, ഷഹാദത്ത് അംഗീകരിച്ചാൽ 5 നേരത്തെ നമസ്കാരം രണ്ടാമതായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഫീ കുല്ലി യൗമി വലൈല, രാവും പകലുമായിട്ട്. ഫൈനുഹും മത്താഊ ലിദാലിക ഫഅലിമുഹും അന്നല്ലാഹ ഖദ് ഇഫ്തറ അലൈഹിം സദഖത അംവാലിഹിം, അതും അംഗീകരിച്ചാൽ മൂന്നാമത് അവരോട് പറയണം അള്ളാഹു സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്. തുഖദു മിൻ അനിയായിഹിം, സമ്പന്നരിൽ നിന്ന് അത് എടുക്കണം. വതുറദ്ദു ഇലാ ഫുഖറാഇഹിം, പാവപ്പെട്ടവരിലേക്ക് അത് വിതരണം ചെയ്യണം. ലോകത്ത് ഈ ഒരു സാമ്പത്തിക വ്യവസ്ഥ നിലവിൽ വന്നാൽ, ഇന്ന് നോക്കൂ നിങ്ങൾ, ലോകത്തിന്റെ വ്യത്യസ്തമായ ദിക്കുകളിൽ, പട്ടിണി രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ കൺട്രീസിൽ എത്ര സ്ഥലത്ത് ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ടെന്ന് അറിയോ? നമ്മളെ മലയാളക്കരയിൽ, ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളില് മുസ്ലിങ്ങൾ എല്ലാവരും, അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ആളുകളും, സമ്പത്തുള്ളവരൊക്കെ അവരുടെ സമ്പത്തിന്റെ 2.5% കൊടുക്കാൻ തീരുമാനിച്ചാൽ ലോകത്തൊരൊറ്റ മനുഷ്യൻ പട്ടിണി കിടക്കില്ല. ഒരു മനുഷ്യനും വീടില്ലാത്തത് കൊണ്ട് കിടന്നുറങ്ങാതിരിക്കേണ്ടി വരികയില്ല. എല്ലാവർക്കും വീടുണ്ടാകും, എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന് പണം ഉണ്ടാകും, എല്ലാവർക്കും ചികിത്സക്കുള്ള പണം കിട്ടും. അത്രയും മനോഹരമായ കാരുണ്യത്തിന്റെ ഒരു ദർശനമാണ് ഇസ്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി പഠിപ്പിക്കുകയുണ്ടായി, അത് നിർബന്ധമാക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം കുറച്ച് ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോ സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. അപ്പൊ കുറച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത ഒരല്പം നിഫാഖൊക്കെ ഉള്ളിലുള്ള കുറച്ച് ആൾക്കാരുടെ അവർ വന്നിട്ട് പറഞ്ഞു, നമസ്കാരമൊക്കെ ഞങ്ങൾ തുടരും, പക്ഷെ സക്കാത്ത് ഞങ്ങൾ കൊടുക്കൂല. നിസ്കാരമൊക്കെ, അങ്ങനെ നാട്ടിൽ ഇപ്പോഴുണ്ട് കുറച്ച് മനുഷ്യന്മാര് നിസ്കരിക്കും, മുജാഹിദാണ്, സലഫിയാണ്, പക്ഷെ സക്കാത്തിന്റെ സാമ്പത്തികമായിട്ട് വിഷയം പറയുമ്പോ അതൊക്കെ ഇപ്പൊ എല്ലാ നോമ്പിനും പറയേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നത്? അതൊക്കെ കൊടുക്കുന്നവർ കൊടുത്തോട്ടെ വെച്ചാൽ പോരെ. ഒരു സാമ്പത്തിക രംഗത്ത് മുജാഹിദാവാൻ, സലഫിയാകാൻ, ആദർശം സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത ആൾക്കാർ ഇപ്പോഴും മറ്റിടത്തൊന്നും തീരെ എത്തിയിട്ടില്ല. മറ്റു പള്ളികളിലൊക്കെ ഒരു പക്ഷെ ഇപ്പോഴും ആ പഴയ രീതി, ആ കൊല്ലത്തിൽ എണ്ണി കൊടുക്കുന്ന തൊട്ട് തന്നെയുള്ളൂ കൊടുക്കുന്നത്. എന്തായാലും കുറച്ചെങ്കിലും അൽഹംദുലില്ലാ കണക്ക് നോക്കി നിർവഹിക്കുന്നത് നമ്മൾ ഇത്തരം പള്ളികളിൽ മാത്രമേ ഉള്ളൂ. ഏതായാലും കുറച്ച് ആളുകൾ പറഞ്ഞു ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല. അപ്പൊ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യും, ഇസ്ലാമിക പട്ടാളത്തെ ഉപയോഗിച്ച് നിങ്ങളുടെ സക്കാത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി യുദ്ധം ചെയ്യും. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പൊതുവെ ഒരു ശാന്ത പ്രകൃതനാണ്, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി അങ്ങനെയാണ്. പക്ഷെ ഉമർ ഖത്താബ് അങ്ങനെയല്ല. ഉമർ ഖത്താബ് ഒരല്പം വീരശൂര പരാക്രമം, അദ്ദേഹം ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റിയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ വ്യക്തിത്വം തന്നെ വേറെയാണ്. പക്ഷെ ഈ വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖിന്റെ നിലപാട് സ്ട്രോങ്. ഉമർ ഖത്താബ് ചോദിച്ചു, അതെങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റുക? കൈഫ തുഖാതിലുൻ നാസ, എങ്ങനെയാണ് ആൾക്കാരോട്, മുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക? കാരണം റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഉമിർതു അൻ ഉഖാതിലൻ നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞോരല്ലേ അവരോട് യുദ്ധം ചെയ്യാൻ എന്ത് വകുപ്പാണുള്ളത്? ആര്? ധീരനായ ഉമർ റളിയല്ലാഹുവിനാണ് സംശയം വന്നത്. പക്ഷേ അവിടെ അതിനേക്കാൾ ധീരത കാണിച്ചത് സിദ്ദീഖുൽ അക്ബർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ലൗ ഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസക്കാത്ത്, നമസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടക്ക് വേർപിരിവുണ്ടാക്കിയവനോട്, അതിന്റെ രണ്ടിന്റെ ഇടക്ക് മതിൽ കെട്ടുന്നവനോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. കാരണം ഇസ്ലാമിൽ രണ്ടും ഒരുപോലെ കൽപ്പിച്ചതാണ്. അഖീമുസ്സലാ വആതു സക്ക, അവൻ ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. എന്നിട്ട് ഉമർ സിദ്ദീഖുൽ അക്ബർ ഒന്നുകൂടി പറഞ്ഞു, വല്ലാഹി ലൗ മനഊനി ഇഖാലൻ, മറ്റൊരു റിപ്പോർട്ടിൽ ഇനാഖൻ, ഇഖാൽ എന്ന് വെച്ചാൽ ഒട്ടകം കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ കൊടുക്കുന്ന ഒട്ടകത്തിന്റെ കയറാണ്. ഇനി ഇനാഖാണെങ്കിൽ ആട്ടിൻകൂട്ടം കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ ആട്ടിൻകുട്ടിയാണ്. അങ്ങനെ ഒട്ടകത്തിന്റെ കയറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ റസൂലുള്ളാഹിക്ക് സക്കാത്ത് കൊടുക്കുമ്പോൾ ഒരു 5 ഒട്ടകത്തിന് ഒരൊട്ടകം കൊടുക്കും. അപ്പൊ ഒരൊട്ടകത്തെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ആ ഒട്ടകത്തിന്റെ കയറും കൂടി കൊടുത്തിരുന്നുവെങ്കിൽ കാനു യഖുദൂന ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും, ആ ഒട്ടകത്തിന്റെ കയർ എനിക്ക് തരാതിരുന്നാൽ അതിനു വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. അത്ര സ്ട്രോങ് ആയിട്ടുള്ള നിലപാടാണ് സിദ്ദീഖുൽ അക്ബർ. ഒട്ടകം, നിബ്സാസിമയുടെ കാലത്ത് ഒട്ടകം കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ കയറും കൊടുത്തിരുന്നു.
ഇപ്പൊ പറയാണ് ഒട്ടകം തരാം പക്ഷെ കയറ് തരൂല എന്ന് പറഞ്ഞാൽ അതിന് വരെ യുദ്ധം ചെയ്യും എന്ന് പറയുന്ന സ്ട്രോങ് ആയ നിലപാട് സക്കാത്തിന്റെ വിഷയത്തിൽ സിദ്ദീഖുൽ ഖുർആൻ സ്വീകരിച്ചു. അത് ഖുർആൻ അംഗീകരിച്ചു. അതാണ് ഇസ്ലാമില് സക്കാത്തിന്റെ ഒരു നയം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇത്രത്തോളം അതിന് ആരാധനാകർമ്മങ്ങളോട് കാണിക്കുന്ന ഒരു താല്പര്യം, ഒരു ഉത്തരവാദിത്ത ബോധം ഇതിനോട് കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിക്കണം. അവർക്ക് നമ്മളിത് കൊടുത്താ പിന്നെ കിട്ടൂല, ഇത് പോകുന്നെഴുതിയിട്ട് കെട്ടിപ്പൂട്ടി വെച്ചിട്ട് എത്ര പെട്ടെന്നാ മനുഷ്യന്മാർ ഇവിടുന്ന് ഇതൊക്കെ ടേച്ച് പോണത്. കയ്യിലെ ഇത് എനിക്കുണ്ടാവില്ല, എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂല, ഈ ലക്ഷങ്ങൾ കോടികളാക്കി ഇങ്ങനെ കൂട്ടി 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 കൊണ്ടുവന്നിട്ട് ഇത് തീരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിൽ അടയിരുന്നിട്ട് ഇതൊക്കെ ഇട്ടിട്ട് ഓനാണ്ട് പോവുകയല്ലേ. പിന്നെ ഓന്റെ മക്കള് നമ്മൾ കണ്ടിട്ടില്ലേ പലപ്പോഴും അവരുടെ മക്കള് പിന്നെ ധാരാളികളായിട്ട് ഇതൊക്കെ ദൂർത്തടിച്ചിട്ട് ബാപ്പ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഓർമ്മയില്ലാതെ ദുനിയാവും ആഖിറും നശിച്ച എത്ര തലമുറയെ നേരിട്ട് കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ. ബാപ്പ എങ്ങനെ ഉണ്ടാക്കിയ, ബാപ്പ ഇതൊന്നും ഉപയോഗിക്കാതെ മരിച്ചുപോയി, ഇവർക്കത് ഓർമ്മയില്ലല്ലോ എന്ന് ചിലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഓന്റെ മകൻ പിന്നെ നന്നാകും, പക്ഷെ ഓൻ നശിച്ചു പോകും. അങ്ങനെ നശിക്കാൻ നമ്മുടെ മക്കൾക്ക് ഇത് ഇട്ടുകൊടുക്കുന്നതിന് പകരം അതിന്റെ ഹക്ക് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ പരലോകത്ത് കിട്ടും. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾക്കാണ് വിജയം. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അവർ വിനോദ വൃത്താന്തങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കുന്നവരാണ്. അപ്പൊ ആ സക്കാത്ത് നമ്മൾ റമളാനും സക്കാത്തും തമ്മിൽ ബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക് വർഷത്തിൽ കണക്ക് കൂട്ടാനുള്ള ഒരു സൗകര്യം എന്നുള്ള നിലയ്ക്ക് റമളാൻ നമുക്ക് കണക്ക് കൂട്ടാൻ വേണ്ടി ഒരു വർഷത്തിൽ ഹൗല് പൂർത്തിയാവുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ അതിനൊരു കണക്ക് എന്ന നിലയ്ക്ക് റമളാനിൽ വെച്ചാൽ ഒരു സൗകര്യമാണ്. റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായിട്ട് ചെയ്തിരുന്നത് സക്കാത്തല്ല, സദക്കയാണ്. അടിച്ചു വീശുന്ന കാറ്റ് പോലെ. ഇതപ്പൊ പല ഓരോ തറാവി നമസ്കാരം കഴിഞ്ഞാലും ദുഹറും അസറും മഗ്‌രിബൊക്കെ കഴിയുമ്പോഴും ഒക്കെ നമ്മളെ പിന്നെ പള്ളിയിൽ നിന്ന് ആരെങ്കിലും അനൗൺസ് ചെയ്യും, ബീഹാറിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ ബംഗാളിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്, അവിടെ ഒരു പള്ളി ഉണ്ടാക്കാനും മദ്രസ ഉണ്ടാക്കാനും പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കാനും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കൊടുക്കണം. സക്കാത്ത് ദിനത്തിലല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റ് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം ചെയ്യുമായിരുന്നു. ആരാ റസൂലുള്ളാഹ്? എന്താ റസൂലുള്ളാഹിന്റെ കയ്യിൽ ദാനം ചെയ്യാനുള്ളത്? ഉള്ളത് കൊടുക്കാൻ. അടിച്ചു വീശുന്ന കാറ്റുമായി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ വലിയ മൊയലാളി റസൂലുള്ളാഹിനെ തെറ്റിദ്ധരിക്കണ്ട, ഉള്ളത് കൊടുക്കുക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. അപ്പൊ നമ്മളൊന്ന് തപ്പി നോക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ ഒന്ന് എടുത്തു നോക്കുക, എന്താ ബാക്കിയുള്ളത്, GP ആണെങ്കിൽ അങ്ങനെ പറ്റുന്നത് നമ്മൾ കൊടുക്കുവാൻ വേണ്ടി തയ്യാറാവുക. അത് സദക്കയാണ്, സക്കാത്ത് വേറെയാണ്. അപ്പോ സക്കാത്ത് നമ്മൾ പ്രധാനമായിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സഹോദരിമാര്, ആഭരണത്തിന്റെ സക്കാത്ത്. 1.5 പവൻ സ്വർണം നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടേതായിട്ട് ഉണ്ട് എങ്കിൽ അതിന്റെ സക്കാത്ത് 1.5 പവനാണ്. 1.5 ഗോൾഡിന്റെ നിസാബായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിരിക്കുന്നത്. 1.5 പവൻ. അതിന്റെ താഴെ 5 പവനോ 3 പവനോ 2 പവനോ ഒന്നും ആണെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട. 1.5 ഉണ്ടോ എങ്കിൽ അതിന് സക്കാത്ത് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. അതാണ് ആഭരണത്തിന്റെ സക്കാത്തിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു. ഇനി ശമ്പളം വാങ്ങുന്ന ആളുകള്, അതേപോലെ തന്നെ പൈസ കൈകാര്യം ചെയ്യുന്ന ആളുകള്, അവര് ഒരു വർഷം അവർക്ക് സാധാരണ നിലക്ക് വരുന്ന അടിസ്ഥാന ചെലവുണ്ടല്ലോ. ഇപ്പം മക്കൾ ശ്രദ്ധിക്കുക, കളിയൊന്ന് ഇങ്ങോട്ട് നേരെ എല്ലാവരും നേരെ ഒന്ന് ഇങ്ങോട്ട് ചെയ്ത് ഇപ്പൊ കുറച്ച് ഓക്കെ. ഈ ഒരു കണക്കൂട്ട് അവസാനിപ്പിക്കാം. അപ്പോ പിന്നെ സമ്പത്ത് ഒരു വർഷത്തിൽ നമുക്ക് അടിസ്ഥാന ചെലവ്. അപ്പൊ പിന്നെ വീട്ടില് 3 മക്കളുണ്ട്, അല്ലെങ്കിൽ 5 മക്കളുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു ഉമ്മ ഉണ്ട്, അവർക്ക് അവരുടെ വീട്, അവരുടെ താമസം, അതിനുള്ള അടിസ്ഥാന ചെലവ് കഴിച്ചിട്ട് ഒരു വർഷത്തിൽ അവർക്ക് ബാക്കി വരുന്ന സംഖ്യ കൂട്ടിയാൽ 595 ഗ്രാം വെള്ളിയാണ് അവിടെ മാനദണ്ഡമായിട്ട് പരിഗണിക്കുന്നത്. 595 ഗ്രാം വെള്ളിക്കുള്ള സംഖ്യ ഇന്നത്തെ കണക്കനുസരിച്ച് ഏറെക്കുറെ ഒരു 1.5 ലക്ഷം റുപ്യ ഒരാൾക്ക് ബാക്കി വരുന്നുണ്ട് എങ്കിൽ അയാൾ അതിന്റെ 2.5% കൊടുക്കണം. അതൊക്കെ കൊടുക്കാനുള്ള തീരുമാനമാണ് ആദ്യം നമ്മൾ എടുക്കേണ്ടത്. കൊടുക്കാൻ തീരുമാനിച്ചിട്ട് കണക്കിട്ടാത്തോണ്ട് കൊടുക്കാത്തവരൊന്നും ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. ആദ്യം അത് കൊടുക്കാനുള്ള തീരുമാനം. അപ്പൊ പിന്നെ സമ്പത്തിന്റെ പിന്നെ സക്കാത്ത് അങ്ങനെയാണ്. പിന്നെ അതിൽ പ്രധാനപ്പെട്ടത് കൃഷിയാണ്. കൃഷി നമ്മൾ പിന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തു, നാട്ടിലെ പ്രധാന ഭക്ഷ്യവസ്തു നമ്മുടെ നാട്ടില് അരിയാണ്. 6 കിൻഡൽ അരിക്കുള്ള വിഭവം അടക്കയായിട്ടോ തേങ്ങയായിട്ടോ റബ്ബറായിട്ടോ അത് നനച്ചുണ്ടാക്കുന്നതാണെങ്കിൽ അതിന്റെ 5% കൊടുത്താൽ മതി. അല്ലാതെ നിലക്ക് നാളികേരം പോലെ വിളയുന്ന പിന്നെ നാളികേരം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോ അതിന് ഒരുപാട് പ്രയാസമുണ്ട്. പക്ഷെ കശുവണ്ടിയൊക്കെ ഉദാഹരണം പറയാം. കശുവണ്ടി നമ്മൾ അത്ര റിസ്ക് എടുത്തിട്ടല്ല
ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ളതാണെങ്കിൽ 10%. ആ രീതിയിലാണ് പിന്നെ വിളകളുടെ സക്കാത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കച്ചവടം വർഷത്തിൽ നമ്മൾ കണക്ക് കൂട്ടുക, അതിൽ നമുക്ക് കിട്ടാനുള്ളതൊക്കെ കൂട്ടിയിട്ട് കിട്ടുന്ന പ്രതീക്ഷ ഉള്ളത് കടക്ക ഉൾപ്പെടുത്തിയിട്ട് 2% സക്കാത്ത്. ഇതൊക്കെയാണ് ഒരു സാമ്പത്തിക രംഗത്ത് നമ്മൾ കൊടുക്കേണ്ട രീതി എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് കൂടുതൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട്, പണ്ഡിതന്മാരോട് അതേപോലെ തന്നെ ചോദിച്ച് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കാനുള്ള തീരുമാനമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. കണക്കറിയാഞ്ഞിട്ട് കൊടുക്കാത്തവരോട് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് കൊടുക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ തീരുമാനം എടുക്കുക. എംസാസ് മെഡിക്കൽ വന്നിട്ട് ഒരാൾ ചോദിക്കാണ്, ഇന്നെ സ്വർഗത്തെ പ്രവേശിപ്പിക്കുന്ന ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരുമോ റസൂലെ? പറയാണ്, അള്ളാഹുവിനെ ആരാധിക്കുക, അവനുള്ളതിനെയും പങ്കു ചേർക്കാതിരിക്കുക, സ്വർഗത്തിൽ പോണോ, സ്വർഗം കിട്ടണോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ, അതിനുള്ള മാർഗം സക്കാത്ത് കൃത്യമായി കണക്ക് കൂട്ടി കൊടുക്കുക എന്നുള്ളതാണ്. അവർക്കുള്ള പതിവ് റസൂൽ വിശദീകരിക്കുന്നുണ്ട്. ഗോത്രത്തിൽ ഒരാൾ വന്നു എന്നിട്ട് പറയാ, റസൂലുള്ളാഹ് ഞാൻ അംഗീകരിച്ചു, അന്നക റസൂലുള്ളാഹ് താങ്കൾ പ്രവാചകനാണെന്ന് അംഗീകരിച്ചു, 5 നേരം ഞാൻ നമസ്കരിക്കുന്നു, റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്നു, റമളാനിൽ ഞാൻ തറാവീഹ് രാത്രി നമസ്കാരം നിർവഹിക്കുന്നു, സക്കാത്ത് ഞാൻ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ അവസ്ഥ എന്താണ്? ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ മാത അലാ ഹാദാ കാന മിനസ് സിദ്ദീഖീന വശുഹദാ. അവര് നാളെ ഈ കാര്യങ്ങൾ ചെയ്താൽ അവൻ സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂടെ നാളെ സ്വർഗത്തിലായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇനി ഇത് കൊടുക്കാതിരുന്നാൽ അവസ്ഥ കൂടി, വലം യംനഉ സകാത അംവാലഹും ഇല്ലാ മനിഉൽ ഖത്ർ. സക്കാത്ത് കൊടുക്കൽ ആളുകൾ നിർത്തിയാൽ അള്ളാന്റെ അനുഗ്രഹമാകുന്ന മഴ വർഷിക്കൂല. വരൾച്ച കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. അള്ളാന്റെ പരീക്ഷണം മുൻഗാമികൾക്ക് പല കോലത്തിലും വന്നിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കൽ നിർത്തിയാൽ നാട്ടിൽ മഴ പെയ്യൂല. അപ്പൊ സക്കാത്ത് കൊടുക്കാത്തവരാണ് അതിന്റെ ഉത്തരവാദികൾ എന്നുകൂടി മനസ്സിലാക്കുക. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ ഖുർആനിൽ പിന്നെ സൂറത്ത് തൗബയിലൂടെയും അള്ളാഹു പറയുന്നുണ്ട്, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും കൂമ്പാരമായി വെക്കുന്നവർ, വലാ യുൻഫിഖൂന ഫീ സബീലില്ലാഹ്, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്തവർ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളി ഉണ്ടായിട്ട് കൃത്യമായി കണക്ക് കൂട്ടി കൊടുക്കാത്തവര്, അഥവാ സക്കാത്ത് കൊടുക്കാത്തവര്, അവർക്ക് അള്ളാഹുവിന്റെ സന്തോഷ വാർത്ത, അള്ളാഹിന്റെ സന്തോഷ വാർത്ത എന്താ? സന്തോഷ വാർത്ത ബി അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയെ കുറിച്ചുള്ള സന്തോഷ വാർത്ത. ശിക്ഷയാണ് സന്തോഷം, പരിഹസിക്കാണ്. എന്നിട്ടോ യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുറൂഹും. അവര് ഉണ്ടാക്കി വെച്ച സ്വർണ്ണുണ്ടല്ലോ, വെള്ളിണ്ടല്ലോ, അതെടുത്തിട്ട് അള്ളാഹു നരകത്തിലിട്ട് പഴിപ്പിക്കും. എന്നിട്ട് അതുകൊണ്ട് അവളുടെ ആരായിരിക്കട്ടെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും മുതുകത്തും പുറത്തും അയൺ ചെയ്യും. അവനങ്ങോട്ട് ഇസ്തിരിടും, പഴിപ്പിച്ചിട്ട് അയൺ ബോക്സിന്റെ രൂപത്തിലാക്കിയിട്ട് അവൻ അതുകൊണ്ട് ഇസ്തിരിടും. അവനോട് പറയപ്പെടും, ഉണ്ടാക്കി വെച്ചതാടോ ഈ ഉണ്ടാക്കി വെച്ചത്, അത് അനുഭവിക്കാൻ കൂടിയാ, മരിച്ചു പോയില്ലേ, ഇനി ഇവിടുന്ന് അനുഭവിച്ചോ എന്നവരോട് പറയപ്പെടും. ഈ ഉണ്ടാക്കി വെച്ചത് ഈ അനുഭവിച്ചോ എന്ന് പറയപ്പെടുന്ന സങ്കടകരമായ, പ്രയാസകരമായ, വേദനാജനകമായ അവസ്ഥ വരാതിരിക്കാൻ ചെറിയൊരു തീരുമാനം എടുക്കാൻ കഴിയും. ചെറിയൊരു തീരുമാനം, 2.5%. 100 റുപ്യക്ക് വെറും 2.5 റുപ്യ, 100 റുപ്യക്ക് 2.5 റുപ്യ. ആ 2.5 റുപ്യ നമ്മളതല്ല, ആ 2.5% നമ്മളതല്ല. അത് അള്ളാഹിന്റെ മാർഗ്ഗത്തിനാണ് കൊടുക്കാൻ തീരുമാനിച്ചാൽ ദുനിയാവിൽ അള്ളാഹ് അധികമായിട്ട് നൽകും, പരലോകത്ത് വലിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും, സ്വർഗത്തിൽ ഉന്നതമായ പദവി ലഭിക്കും. അത് ലഭിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ റസൂലുൽ ഗഫാർ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹുല്ലാഹു കാഫത്തൽ ലിന്നാസ് ബിത്തബ്ശീർ വൽ ഇൻദാർ വഅലാ ആലിഹിൽ അത്ഖിയാഇൽ അബ്റാർ വഅലാ അസ്ഹാബിഹിൽ അസ്ഫിയാഇൽ അഖിയാർ മാദാമത് സമാവാതി വൽ അർദിമാതു ഹബ്ബത്തുൽ ഉൽമാതി വൽ അൻവാർ. അമ്മാ ബഅദ്, തഖുല്ലാഹ് വിശ്വാസികളിൽ കൂടി അല്ലാഹുവിന്റെ നിർദ്ദേശനം ഉപദേശിക്കുന്നു. നാളെ പരലോകത്ത് 7 വിഭാഗത്തിന് അള്ളാഹുവിന്റെ
പ്രത്യേകമായ തണല്. തലക്ക് മുകളിൽ ഉദിച്ചു നിൽക്കുന്ന ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ, താഴെ മനുഷ്യർ നഗ്നരും നഗ്നപാതരുമായിട്ട് നഫ്സി നഫ്സി, ഞാൻ എന്താക്കും എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ 7 വിഭാഗത്തിന് അള്ളാഹ് പ്രത്യേകമായ തണല് കൊടുക്കും. അതിലൊന്ന് റജുലൻ തസദ്ദഖ ബിസദഖ ഫഅഖ്ഫാഹ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വകാര്യമായി ദാനം ചെയ്തവർ. സദഖ വളരെ പ്രധാനപ്പെട്ടതാണ്. സദഖക്ക് കൂടി ഉള്ള മാസമാണിത്. എല്ലാ സമയത്തും കൊടുക്കണം. ഇത്തരം സന്ദർഭത്തിൽ എമ്പാടും കൊടുക്കണം. അതിനുള്ളൊരു മനസ്സ് കൂടി ഉണ്ടാക്കിയെടുക്കുക. കൊടുക്കാന്ന് പറയുന്നത് ഒരു ശീലമാക്കി മാറ്റുക. അപ്പോ അവർക്ക് അള്ളാഹു ദുനിയാവില് ഇങ്ങോട്ട് തരും. ആ രീതിയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുവാനും അങ്ങനെ കൂടുതൽ ഇഹലോകത്തേക്കും പരലോകത്തേക്കും സമ്പാദിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.